മലമ്പാമ്പുമായിട്ട് മൽപ്പിടുത്തമുണ്ട് ജയൻ സാറിന്. അതില് ഈ മലമ്പാമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തി ചുറ്റിപ്പോയി. എന്നിട്ട് ശ്വാസം മുട്ടി വളരെ പാടുപെട്ടിട്ട് പുള്ളി തന്നെ ഊരിയെടുത്തിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടില്ല. എന്നിട്ടും ഈ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിന് ഈ റിസ്ക് എടുക്കുക എന്നുള്ളത്. ഭാരതി ചേച്ചിയുടെ അമ്മയാ പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി ജയഭാരതി ചേച്ചിയുടെ പറയുകയാണെങ്കിൽ മുറച്ചെറുക്കന അമ്മാവിന്റെ മകനാ. ഓ, ആ ഗെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊരു വലിയ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ. കൊള്ളാം. അതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ശരീര സൗന്ദര്യമുള്ള ഒരു നടനില്ല. അഴകും ആകാരഭംഗിയും ഒത്തിണങ്ങിയ മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോ. ചെറു കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി പ്രതിനായക വേഷങ്ങളിലൂടെ വളർന്ന് ആക്ഷൻ ഹീറോ ആയി മോളിവുഡിനെ പിടിച്ചടക്കിയ ആ അതുല്യ നടൻ എത്തിയത് ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഒരു കഥ ആലോചിച്ചാൽ അതിൽ സാഹസികമായ രംഗങ്ങളുണ്ടെങ്കിൽ, സംഘടനകളുണ്ടെങ്കിൽ ഈ നടന്റെ ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു നടനെ അക്കാലത്തെ സംവിധായകർ ആലോചിച്ചിരുന്നുള്ളൂ. കോരിത്തെരിപ്പിക്കുന്ന തന്റെ ഓരോ കഥാപാത്രത്തെയും പൂർണ്ണതയിലെത്തിക്കാൻ ഡയറക്ടറേക്കാൾ ഡെഡിക്കേഷൻ പുലർത്തിയ ഈ നടനോളം സിനിമാ ലഹരി ഉള്ളിൽ പേറിയവർ വിരളമാണ്. അന്നും ഇന്നും പിരിഞ്ഞ നെഞ്ചും സിംഹഗർജനമാർന്ന ശബ്ദഗാംഭീര്യവും കൊണ്ട് കൊട്ടകയെ വിറപ്പിച്ച ചങ്കൂറ്റം. നേവൽ ഓഫീസറിൽ നിന്നും താരനായകനായ കൃഷ്ണൻ നായർ 1980 നവംബർ മാസം 16-ാം തീയതി ലോകമെമ്പാടുമുള്ള തന്റെ ആരാധകരെ കണ്ണീർ കോളിളക്കത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യിച്ച പുരുഷ ജന്മം. ഓർമ്മയിലെന്നും ജയൻ. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള എപ്പിസോഡുകളിലൊന്നാണ് അനശ്വര നടൻ ജയനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് അത്. ഒരുപക്ഷെ 2000-ന് ശേഷമൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികൾ പോലും പഴയ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഈ നടനെ കുറിച്ചാണ്. ഈ നടന്റെ ഒരു എപ്പിസോഡ് വേണമെന്നാണ്. സാങ്കേതികമായി ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിന് പിന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ചില ചെറിയ ബുദ്ധിമുട്ടുകളിലൊന്ന്, അനശ്വര നടൻ ജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് തന്നെ 45 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ 45 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള 6 വർഷങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നായക പരിവേഷത്തോടുകൂടി നിന്നത് 2-3 വർഷം മാത്രം. ആ കാലത്തിൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, അവരുടെ ഇന്നത്തെ സാഹചര്യം, സമ്മതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുക. അങ്ങനെ പലതവണ ഞങ്ങൾ തന്നെ റീഷെഡ്യൂൾ ചെയ്യുകയും ഞങ്ങൾ തന്നെ പലതവണ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്ത് പലതരത്തിൽപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ പറ്റാതാകുകയും ഒടുക്കം ഞങ്ങളുടെ സ്നേഹപൂർവമായ ബഹുമാനപൂർണമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ആദ്യത്തെ അതിഥി, ഏകദേശം 20ഓളം ചിത്രങ്ങളിൽ ജയൻ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് കാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഭിനേത്രി, നായിക, ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിധുബാല. ഞാനിപ്പം ആമുഖത്തിൽ പറയുമായിരുന്നു, ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ്യൂൾ തൊട്ട് പലതവണ വിളിക്കും. ഒന്നുകിൽ ചേച്ചി വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ചില അസൗകര്യങ്ങൾ ഉണ്ടാകും. ഒരുപാട് തവണ വിളിച്ചും ഞങ്ങളുടെ നിർബന്ധങ്ങൾക്കൊക്കെ ശേഷമാണ് ചേച്ചി വന്നിരിക്കുന്നത്. വളരെ നന്ദി എപ്പിസോഡിൽ വന്നതിന്. ജയൻ എന്ന നടന്റെ ഓർമ്മകളിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, 74 സിനിമയിൽ വന്നു, 80 അദ്ദേഹം നമ്മളെ വിട്ടു പോയി. 6 കൊല്ലമാണ് സിനിമയിലുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ശേഷം ഏകദേശം 10ഓളം സിനിമകൾ റിലീസായിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ചത്. അതൊരു അത്ഭുതമാണ്. 74 അദ്ദേഹം സിനിമയിലേക്ക് വളരെ ചെറിയ വേഷങ്ങൾ ചെയ്ത് വരുമ്പം വലിയ നായികയാണ് ചേച്ചി. അന്നത്തെ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം നായികയാണ്. അപ്പം വളരെ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ സമയത്തെ നിങ്ങൾ തമ്മിലൊരു പരിചയപ്പെടലോ സൗഹൃദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴാണ് കണ്ടത്? ആദ്യത്തെ പടത്തിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ജയൻ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കൃഷ്ണൻ നായരെ അറിയാം. അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ പടം രവികുമാർ എന്ന് പറഞ്ഞ നടൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ആ പടം റിലീസായില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജയൻ അതിൽ 4 ദിവസം അഭിനയിച്ചു, ഞാൻ 2 ദിവസം അഭിനയിച്ചുള്ളൂ. ജയൻ അതിൽ ഡ്രാക്കുലയായിട്ട് അഭിനയിച്ചത്.
അങ്ങനെ റിലീസ് ആകാതെ പോയൊരു അങ്ങനെ റിലീസ് ആവാതെ പോയ ഒരു പടമാണ്. അന്ന് എന്നെ രവികുമാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ രവികുമാർ ഏതോ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, ഒരു പുതിയ നടനാണ് വിധുവിന് നമുക്ക് പരിചയപ്പെടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശ്യാമള സ്റ്റുഡിയോസിൽ പോയിട്ടാണ് ജയനെ പരിചയപ്പെട്ടത്. അന്ന് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഡ്രാക്കുള എന്ന് പറയുന്നൊരു സിനിമ. ഡ്രാക്കുല എന്നായിരുന്നല്ലേ പേര്. അതെ. ആ സിനിമ റിലീസ് ആയില്ല. പക്ഷെ നോക്കൂ, ആ സിനിമ റിലീസ് ആകാതിരുന്നിട്ട് ഒരാളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം സിനിമകൾ ചെയ്തു. 74 വന്നു. ചെറിയ വേഷങ്ങൾ ഒരുപാട് സിനിമകളിൽ വളരെ ചെറിയൊരു വേഷമാണ്, ഒരു ഇതാണ്. അതിലും ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ജയന്റെ കൂടെ നായിക അഭിനയിച്ചതിനേക്കാളും അനിയത്തിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പലപ്പോഴും ഓർമ്മകൾ മരിക്കുന്നു, അങ്ങനത്തെ കുറെ പടങ്ങളിൽ ജയന്റെ കാത്തിരുന്ന നിമിഷം ഒക്കെ എല്ലാത്തിലും അനിയത്തിയായിട്ടാണ്. ജയന്റെ കൂടെ നായികയായിട്ട് 3-4 പടം. എന്റെ അവസാനത്തെ പടം ജയന്റെ കൂടെ ആയിരുന്നു അഭിനയം. അത് ജയൻ മരിച്ചതിന് ശേഷം ഇറങ്ങിയ പടമാണ്. അതിന്റെ ഷൂട്ടിംഗ് 79 കഴിഞ്ഞിരുന്നു. ഞാൻ 80 ഫീൽഡ് വിട്ടു. 81 നമ്മളുടെ മുക്കം മൊയ്തീൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ, പിന്നീട് ഇറങ്ങിയ സിനിമയിലെ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിരുന്നു. അതൊരു സംഭവ കഥയാണല്ലോ. അഭിനയം മൊയ്തീൻ പ്രൊഡ്യൂസ് ചെയ്ത പടാ. മുക്കത്ത് വെച്ചായിരുന്നു എന്റെ ഷൂട്ടിംഗ്. അന്ന് പക്ഷെ ഞാൻ കാഞ്ചനമാലയെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നീട് അറിയാ ചെയ്തത്. അവര് തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡൊക്കെ കണ്ടിട്ടുണ്ട്, മൊയ്തീന്റെ ഒരു ആസ്പത്രിയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് പടം 81 മരിച്ചതിന് ശേഷം മൊയ്തീൻ അപ്പോഴാണ് ഈ പടത്തിന് ഒരു റിലീസ് ചെയ്യാനുള്ള ഒരു മോക്ഷം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇതേ മൊയ്തീനാണ് ശാന്തി എന്ന് പേരുണ്ടായിരുന്ന സീമ ചേച്ചിക്ക് സീമ എന്നുള്ള പേരിട്ടത്. ശാന്തി എന്നാണ് ഞങ്ങൾ സീമ ചേച്ചിയെ വിളിച്ചിരുന്നു ഈ എപ്പിസോഡിൽ വരാൻ വേണ്ടി. വിദേശത്താണ്, എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അല്ലെ ഒപ്പം ഇരിക്കായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ചുള്ളത് സീമ ചേച്ചിയാണ്. സീമ ചേച്ചി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സീമ ചേച്ചിക്ക് പേരിട്ടതും ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. ചേച്ചി ഇരിക്കൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ചേച്ചി ഇപ്പൊ പറഞ്ഞു 80 സിനിമ നിർത്തി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 79 മറ്റേ സിനിമ കരാറിയിൽ നിർത്തിയിട്ട് പിന്നെ 80 അഭിനയം നിർത്തുന്നത്. അത്രയും സിനിമകളാണ് അന്നൊക്കെ കരാർ ചെയ്യുന്നത് അല്ലേ? ഒരു കൊല്ലം എത്ര സിനിമയിൽ ഒരു കൊല്ലം അഭിനയിച്ചിട്ടുണ്ടാവും? 75 24 പടം ഒരു കൊല്ലം. 76 26 പടം. 27 ഞാൻ നിർത്തുമ്പോ 28 പടം. നിർത്തുമ്പോ 28 പടം ചെയ്തിട്ടാണ് നിർത്തുന്നത്. 8 പടം കോൺട്രാക്ട് ഉണ്ടായിരുന്നു. 79 ഞാൻ സൈൻ ചെയ്ത് നിർത്തി. പക്ഷെ ആ പടങ്ങൾ തീരാൻ പിന്നെ 2 കൊല്ലം എടുത്തു. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് സിനിമകൾ തീരുന്നത്. ഞാൻ ചേച്ചി ഫ്ലോറിൽ വരുമ്പോഴുള്ള ഒരു കാര്യം, 80 സിനിമ നിർത്തിയ ചേച്ചിയെ പിന്നെ മലയാളികൾ കാണുന്നത് അമൃത ടിവിയിലൂടെയാണ്. വനിതാരത്നം എന്ന് പറഞ്ഞ പരിപാടി. അത് കഴിഞ്ഞിട്ട് കഥയില്ല ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു പരിപാടി എത്രയോ എപ്പിസോഡുകൾ ചേച്ചി 10 വർഷമാണ് ആ പരിപാടി ചെയ്തത്. 2600 ചെല്ലാൻ എപ്പിസോഡ് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. ചേച്ചി വീണ്ടും അമൃത ടിവിയിലോട്ട് വരുമ്പോൾ 80 അഭിനയം നിർത്തിയ ഒരു ചേച്ചിയെ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത്, പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് അമൃത ടിവിക്കാണ്. 2000 എപ്പിസോഡ് ഇന്നൊരു പരിപാടി, കഥയല്ല ജീവിതം എന്ന് പറയുന്ന പരിപാടി. ഈ ഒരു എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നതെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളോട് പറയുന്ന ആൾക്കാർ അയ്യോ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എന്തൊക്കെ പഴയ കഥകളാണ് ഇവർ പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് പലരുടെയും അനുഭവം പിന്നീടുള്ള ഒരു തലമുറ ഒരു കഥ പോലെയാണ്. അവർക്ക് അതിനകത്ത് വലിയ ഫാന്റസികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഇത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചി 20-28 പടം എന്ന് പറയുമ്പം ഞാൻ ആലോചിക്കുന്നത് 74 ജയൻ സാർ വന്നെങ്കിലും 78 32 സിനിമയാണ് ജയൻ എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ചിരിക്കുന്നത്. അന്നൊന്നും ഇവിടെ ഈ വലിയ ജിംനേഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ ഒരു ബോഡിയുടെ പരിപാടിയുടെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്? കണ്ടിട്ടോ ചോദിച്ചിട്ടോ ഒക്കെ ഉണ്ടോ എപ്പോഴെങ്കിലും? ജയൻ താമസിച്ചിരുന്നത് ഹോട്ടൽ പാം ഗ്രോവിൽ ഒരു കോട്ടേജ് പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം. പക്ഷെ ബോഡി ബിൽഡിംഗ് എങ്ങനെ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു ഡംബൽസ് പോലത്തെ ഒക്കെ.
എനിക്ക് സത്യമായിട്ടും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഒരു വലിയൊരു കാര്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത്, അദ്ദേഹം മരിച്ച് ഞാൻ ആകെ 2 മരണത്തിനേ പോയിട്ടുള്ളൂ. ഓ, സത്യമാഷ് മരിച്ചപ്പോൾ ഞാനൊരു നടിയല്ല, അപ്പോൾ അദ്ദേഹം പ്രശ്നമില്ല, തമിഴ്നാട്ടിലുമായിരുന്നു. ഇദ്ദേഹം മരിച്ചതും തമിഴ്നാട്ടിലായിരുന്നു, ഷോലയൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ ഞാനിത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ അന്ന് ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിരുന്നു. അന്ന് മലയാളം ഫീൽഡ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു, ഒരുമാതിരി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയൊരു ഹാളിലാണ് ഇരുത്തിയിരുന്നത്. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ആ പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. കത്തി വെക്കാൻ തോന്നിയില്ല, അത്ര പെർഫെക്റ്റ് ബോഡിയായിരുന്നു. ആ ബോഡി പോലെ ഒരു ബോഡി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ ബ്രെയിൻ എന്ന് പറയുന്ന അത് ഇല്ലായിരുന്നു, കലങ്ങിപ്പോയിരുന്നു. തലയടിച്ചാ വീണേ. അതെ. അത് അതിൻ്റെ ആ ആക്സിഡന്റ് സമയത്ത് ഉണ്ടായിരുന്ന ബാലൻ കെ നായർ, അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു ഫ്രാക്ചർ, ജോ ബോൺ ഫ്രാക്ചർ, കൈയും ഫ്രാക്ചറായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ പലതും പറഞ്ഞു ബാലൻ കെ നായർ. ആ മരണത്തെക്കുറിച്ച് പല കാര്യങ്ങളും എന്നോടന്ന് പറഞ്ഞു. അപ്പം പിന്നീട് വന്നിട്ടുള്ള ജയന്റെ മരണത്തിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ എന്നോട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ മകളായിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് അദ്ദേഹം പറഞ്ഞു. അറിയാം. അദ്ദേഹത്തിന്റെ ജയന്റെ ഒരു ആവേശമായിരുന്നു സ്റ്റണ്ട് ചെയ്യാന്നുള്ളത്. ഞാൻ കേട്ടിട്ടുള്ളത് ഏതാണ് ഒരു കപ്പലിന്റെ അവിടെ ഒരു ക്രെയിനൊക്കെ, ചന്ദ്രഹാസം എന്ന് പറയുന്ന ഒരു സിനിമയില് ഗോവയിലോ എവിടെയാണ് അതിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട് വായിച്ചൊക്കെ ഉള്ള അറിവിലാണ്. അതിൽ വലിയ ഷിപ്പ് യാർഡില് ക്രെയിനിലെ വള്ളിയിൽ തൂങ്ങിക്കിടന്നിട്ടുള്ള ഒരു വലിയ ഫൈറ്റ് സീനാണ്. അപ്പം അദ്ദേഹം അതിനുവേണ്ടി ഒരുങ്ങിയപ്പം സംവിധായകൻ പറഞ്ഞു, ഇത് വളരെ റിസ്ക് ആണ്, താഴെ വീണ പ്രശ്നമാണ്, ഡ്യൂപ്പിനെ വെക്കണോ എന്ന് ചോദിച്ചപ്പം അറബിക്കടലാ താഴെ വീണ വെള്ളത്തിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പം ഡ്യൂപ്പ് വീണാലും റിസ്ക് അല്ലേ, അതും അയാൾ ഒരു ജീവനുള്ള ആളാണല്ലോ, അതുകൊണ്ട് എന്നെ തന്നെ കാണണം പ്രേക്ഷകര് അതിനകത്ത് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിസാഹസികമായിട്ടാണ് അന്നും ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ രംഗങ്ങളെല്ലാം തന്നെയാണ് ചെയ്തത്. അത് ഞാൻ ഒരിക്കൽ ജയനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഗ്രൂപ്പിനെ ഇടുന്നത് ഒരു മോശമാണ് എന്ന് കരുതണ്ട, കാരണം അവർ ട്രെയിൻഡാണ്, നമ്മൾ ട്രെയിൻഡ് അല്ല. ദേ നോ വാട്ട് ടു ഡു, ഹൗ ടു ഡു. അപ്പോൾ അവർക്ക് റിസ്ക് കുറവാണ്, നമ്മൾ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് കൂടുതലാണ്. ഇല്ലെങ്കിൽ യു ഗെറ്റ് ട്രെയിൻഡ്. ത്യാഗരാജ മാസ്റ്റർ എടുത്തു, ആരടുത്തെങ്കിലും ട്രെയിനിങ് എടുത്തു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റണ്ട് സീൻസിലേക്ക് ട്രെയിനിങ് ത്യാഗരാജ മാസ്റ്റർ എടുത്തെന്നാണ് എടുത്തിരിക്കണേ. കുറച്ചു കാലം ഞാൻ അവരുടെ സ്റ്റണ്ട് യൂണിയനിലെ മെമ്പറുമായിരുന്നു. കുറച്ചു കാലം മെമ്പറായിരുന്നു. അയ്യോ, അത് പുതിയ അറിവാ. ഒരു സിനിമയ്ക്ക് വേണ്ടി സ്റ്റണ്ട് പഠിച്ചതല്ലാണ്ട് സ്റ്റണ്ട് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തു ഞാൻ. അത് വേറൊരു ഇഷ്യൂവിന് വേണ്ടി എടുത്തതാണ്, പക്ഷെ എന്നാലും ഞാൻ അവിടുത്തെ മെമ്പറായിരുന്നു. 2 വർഷം മെമ്പറായിരുന്നു. എനിക്ക് തോന്നുന്നത് മലമ്പാമ്പുമായിട്ട് മൽപ്പിടുത്തമുണ്ട് ജയൻ സാറിന്. അതില് ഈ മലമ്പാമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തി ചുറ്റിപ്പോയി, എന്നിട്ട് ശ്വാസം മുട്ടി വളരെ പാടുപെട്ടിട്ട് പുള്ളി തന്നെ ഊരിയെടുത്തിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടില്ല. എന്നിട്ടും ഈ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. ആക്ച്വലി മലമ്പാമ്പിന്റെ ഇഷ്യൂ സർപ്പം എന്നുള്ള പടത്തിലാണ് ആദ്യമായിട്ട് ജയൻ മലമ്പാമ്പുമായിട്ട് അഭിനയിക്കണേ. അത് ഞാനാണ് അതില് ഹീറോ. അപ്പൊ അതില് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മലമ്പാമ്പിന് ഇത് വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല, തന്നെ ചെയ്തു. പിന്നെയാണ് ഈ പടം വന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിന് ഈ റിസ്ക് എടുക്കുക എന്നുള്ളത്. പ്രോബബ്ലി ഒരു നേവി ഓഫീസർ ആയതുകൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ സിനിമയിൽ ഈ റിസ്ക് എടുക്കലിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഉണ്ട്. ബെഡ് ഉണ്ട്, റോപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്ന് സത്യത്തിൽ ഇതും ഇല്ല, ഒന്നുമില്ല. കാരണം ഇപ്പൊ നമ്മള് റോപ്പിൽ തൂങ്ങിയാലും നമുക്ക് CG ചെയ്യുമ്പോ ഈ റോപ്പ് അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ മതി. അന്ന് റോപ്പ് ഫിലിമിൽ പതിഞ്ഞു, അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ആ സമയത്ത് അല്ലേ. പണ്ട് നമ്മള് എല്ലാം സ്വന്തം ചെയ്തേ പറ്റൂ. ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തില് നമ്മളോടൊപ്പം വിളിക്കുകയാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന അതുല്യ നടൻ ജയൻ
അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട റീന. സ്വാഗതം. ജയൻ സാർ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ സിനിമയിലുണ്ടല്ലോ. ഞാൻ ആദ്യമായി 74 ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. ആ ജയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1976 അഗ്നിപുഷ്പം. അതിൽ അഭിനയിക്കുമ്പോഴാണ്. അതിലൊരു പോലീസ് ഓഫീസറായിട്ട് ഒരു ചെറിയ റോളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 78, 79 ഈ 2 കൊല്ലമാണ് അതെ, നമ്മളിപ്പോ ആഘോഷിക്കുന്ന എല്ലാ സിനിമകളും എല്ലാം ഭയങ്കര ബിസിയുമായിരുന്നു. ഐ മീൻ ടോട്ടലി 78, 79 ആണ് അങ്ങാടി, മൂർഖൻ, തീനാളങ്ങൾ, അത് സർവ പടങ്ങള് 79, 80 വന്നിട്ടുള്ളത്. ഇത് 76 കാണുന്നത്. 76 ജയസിയേട്ടന്റെ പടം അഗ്നിപുഷ്പം. അതിലൊരു പോലീസ് ഓഫീസർ. അപ്പൊ കമലഹാസൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കമലായിരുന്നു നായകൻ തോന്നുന്നു. പിന്നെ ഭാര്യ ചേച്ചിയായിരുന്നു ഹീറോയിൻ, ഞാൻ അനിയത്തിയായിട്ട്. അപ്പൊ ഈ പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ എനിക്ക് ആരാന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഭാര്യ ചേച്ചിയുടെ അമ്മയാ പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലി ജയഭാരതി ചേച്ചിയുടെ മുറച്ചെറുക്കനാ പറയുകയാണെങ്കിൽ മുറച്ചെറുക്കനാ, അമ്മാവിന്റെ മകനാ. ഓ അപ്പൊ ഭാര്യ ചേച്ചി അവിടെ ഒന്നും ബേബി അണ്ണാന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ആരായി ബേബി അണ്ണ നോക്കുമ്പോ ജേട്ടനായിരുന്നു. അപ്പൊ അങ്ങനെ ഭാര്യ ചേച്ചിയുടെ അമ്മയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ അങ്ങനെയാണ് ജയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ഈ കൃഷ്ണൻ നായരും ജയനും കൂടാതെ ബേബി അണ്ണൻ വിളിക്കപ്പെടുമായിരുന്നു. അത് ഭാര്യ ചേച്ചി മാത്രമേ വിളിക്കത്തുള്ളൂ, വേറെ ആരും വിളിക്കത്തില്ല. കുടുംബത്തില് വിളിച്ചിരുന്നാ തോന്നുന്നു. അത് ഞങ്ങളാരും ഭാരതി വിളിക്കാറുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ പുറമെ ആർക്കും അറിയാത്തൊരു പേരാ. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് അറിയൂ. ഭാരതി ചേച്ചി വിളിക്കുന്നത് കേട്ടുള്ള വേറെ അങ്ങനെ അറിയില്ല ആർക്കും. അങ്ങനെ ബേബിയാണോ വിളിക്കും. സോ അങ്ങനെയാ പരിചയപ്പെട്ടത്. ഇപ്പോ ജേട്ടൻ ചീട്ട് കളിക്കുമായിരുന്നു. എന്റെ മമ്മിക്ക് ചീട്ടാൻ ഭയങ്കര പ്രാന്താണ്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. പിന്നെ ടെക്നീഷ്യൻസ്, കോസ്റ്റ്യൂമർ. ഈ എന്നോട് പോയി അഭിനയിക്കുന്നു പറഞ്ഞിട്ട് മമ്മിയൊക്കെ ആയിരുന്നു ചീട്ട് കളിക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ജേട്ടനുമായിട്ട് ഞങ്ങൾ ക്ലോസ് ആയത്. ജേട്ടൻ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻഡ് ആളായിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻ, എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ആയിരുന്നു ജേട്ടന്. ഫുഡിന്റെ കാര്യത്തില് അതൊക്കെ ഭയങ്കര, ചായ കാപ്പി കുടിക്കുന്ന കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഹെൽത്തിന്റെ കാര്യത്തിൽ ഹി വാസ് എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ PT വർഗീസ് എന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിനെ പറ്റിയുള്ള പുസ്തകമുണ്ട്. അതിന്റെ ഒരു കവറിൽ അച്ചടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനൊരു ഈശ്വര വിശ്വാസം അങ്ങനെ ഭയങ്കര പ്രകടിപ്പിക്കുന്ന പരിപാടികള് ഇല്ല, അമ്പലത്തിൽ പോകുക അങ്ങനെയൊന്നുമില്ല. എന്നാൽ വിശ്വാസിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയാം, അദ്ദേഹം ശിവഭക്തനായിരുന്നു. അത് നല്ലോണം എനിക്കറിയാം. കാരണം എനിക്കും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് വളരെ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ശിവനെയാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ അത് പോവാ, അങ്ങനെ അമ്പലം എടുക്കുക, കുറി തൊട്ട്, ഒന്നുമില്ല. അദ്ദേഹം ഒരു കോട്ടായിട്ട് ആ ബുക്കിൽ അദ്ദേഹം പറയുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവനവനുള്ള വിശ്വാസവും കൃത്യനിഷ്ഠയും സത്യസന്ധതയും, ഇതാണ് ശക്തി, ഇതാണ് എന്റെ ശക്തി. അത് തന്നെയാണ് സനാതനധർമ്മം പറയുന്നതും. അതിൽ വിശ്വസിച്ചിട്ടാണ് ഇത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. പിന്നെ ഞാൻ വളരെ കൗതുകമുള്ളൊരു കാര്യം ആ ബുക്കിൽ പറയുന്നത് കേട്ടുള്ളത്, വലിയൊരു ബന്ധുബലം പ്രത്യക്ഷത്തിൽ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ വലിയൊരു ബന്ധുബലം ഉള്ളതിനേക്കാളും അമ്മയുടെ ഫോട്ടോ വെച്ച് ഭയങ്കര പൂജിക്കുന്ന ആളായിരുന്നു. അമ്മയെ ഭയങ്കര താല്പര്യം, ക്ലോസ് ആയിരുന്നു. അപ്പോ നേവിയിലോ മറ്റേ അദ്ദേഹം ജോലി ചെയ്യുമ്പം ജീവിച്ചിരിക്കുമ്പോ അമ്മയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കും. നമ്മൾ സാധാരണ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒരാളുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുള്ളൂ. അപ്പം കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അമ്മയില്ല ചോദിച്ചപ്പോ അമ്മയുണ്ട്, എന്താ പോയാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഒപ്പം ഉള്ളപ്പം പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരൻ കൂടെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ നേവിയിലൊക്കെ ജോലി ചെയ്ത അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോട്ട കിട്ടുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും മദ്യപിക്കില്ലായിരുന്നു. ഇല്ല, ചായ കാപ്പി വരെ അങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു. ഇനി അദ്ദേഹത്തിന് പാട്ട് വലിയ കമ്പമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചേട്ടന്. ആ ബുക്കിൽ അദ്ദേഹം തന്നെ ട്യൂണിട്ട് പാടുമായിരുന്നു എന്നൊക്കെ എഴുതി തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ കേൾക്കാൻ
പ്രേക്ഷകരുണ്ടാവാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ, വളരെ ഇഷ്ടമാണ്. വളരെ ഇഷ്ടമാണ് ജേട്ടൻ. എനിക്ക് ഞാൻ ഇതിനിടയിൽ ഔട്ട് ഓഫ് ദോസ് ഒരു കാര്യം, അതായത് പാടാൻ അറിയാത്തവർ പാട്ട് ഇഷ്ടപ്പെടുന്ന പോലെ സത്യത്തിൽ പാടാൻ അറിയുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് അറിയാത്ത, ഞാൻ ഉൾപ്പെടുന്ന സംഘത്തിന് പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് വലിയ കൊതിയും എല്ലാം കാണാപ്പാടം അതെ അതെ അതെ. കിട്ടാത്ത ഒരു ജനകീയ സിദ്ധിയെ കുറിച്ചുള്ള വലിയ കൊതിയാണത്. വളരെ കറക്റ്റാ പറഞ്ഞത്, വളരെ കറക്റ്റാ. ഇപ്പം നേരത്തെ പറഞ്ഞു, ആ കാലത്ത് ഒരു സൗഹൃദങ്ങളിലൂടെയൊക്കെ സിനിമയിൽ എത്തിയിട്ടുള്ള ആളാണ്. സിനിമയിൽ ആദ്യം വരുമ്പം രവികുമാർ സാറിന്റെ അച്ഛൻ നിർമ്മിച്ച സിനിമയിലാണ് വന്നത് എന്ന് പറഞ്ഞു. ജയൻ എന്ന അതുല്യ നടന്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ട രവികുമാർ. കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയൻ ആദ്യത്തെ പടം അദ്ദേഹം ചെയ്യുന്ന ഒരു പാട്ട് സീനായിരുന്നു ശാപമോക്ഷം എന്ന് പറഞ്ഞ ഡയറക്ടർ ജെ.സിയുടെ പടം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ച ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ പടം 1974 ഒരു ക്യാരക്ടർ വില്ലനായിട്ട് ചെയ്യിപ്പിച്ചു. അന്നു മുതൽ അങ്ങേര് മരിക്കണ വരയ്ക്കും ഒരുപാട് പടങ്ങൾ. ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത പടം കോഴിക്കോട് വെച്ച് ശക്തി എന്ന് പറഞ്ഞ പടം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പടങ്ങൾ ചെയ്തില്ല. ആദ്യ പടം മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു, നല്ലൊരു ഫ്രണ്ടായിരുന്നു. അദ്ദേഹം ഉയരത്തിലേക്ക് പോയി മലയാള ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സ്റ്റാറായി. ആയപ്പോഴും ആ പഴയ ജയനായിട്ടായിരുന്നു എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നോട് മാത്രമല്ല എല്ലാവരോടും. അങ്ങേര് അത്ര വലിയൊരു സ്ഥാനം വന്നു കഴിഞ്ഞിട്ടും ആ അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതായിരുന്നു ജയൻ്റെ വിജയം. അദ്ദേഹവും ഇല്ല. പക്ഷേ ആ സൗഹൃദം ഞാൻ ഇന്ന് വരെ മറന്നിട്ടില്ല. രവികുമാറിനോട് ഇന്നാൾ ഞാൻ ചോദിച്ചിരുന്നു ആ പടത്തിനെ കുറിച്ച്. ആദ്യത്തെ രവികുമാറിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഓ ആ ചെറിയ കാര്യമല്ല. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ 1 കൊല്ലം 34 പടമൊക്കെ അഭിനയിച്ചതിനെ പറ്റി 10-30 കൊല്ലം കഴിയുമ്പോ ചോദിച്ചാല് എങ്ങനെ ഓർമ്മ വെക്കാനല്ലേ വലിയ പാടാ. അതൊരു ഇല്ല, എനിക്ക് തന്നെ ഞാൻ അഭിനയിച്ച പടം എനിക്ക് ഓർമ്മയില്ല. ശ്രീവിദ്യ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. അതാണ് ഈ ഒരു രാഗം പല താളം. ആ വിദ്യ ചേച്ചി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ല, തമിഴിന്റെ റീമേക്ക് ആയിരുന്നു. മധുവേട്ടനും ജേട്ടനും അഭിനയിച്ച് ഒരു രാഗം ഒരു രാഗം പലതാളം. പലതാളം. ഈ പടവും തമിഴിലെ റീമേക്ക് ആയിരുന്നു. മധുവേട്ടനും ജേട്ടനും അഭിനയിച്ച പടം. വേറൊന്ന് വലിയ എന്നുള്ള പടം രഘുട്ടൻ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രഘുട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. എന്റെ ഹസ്ബൻഡ് അനിയനാണല്ലോ. അതെ. അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം ശക്തി. അതാണ് രവികുമാർ ഇപ്പൊ പറഞ്ഞത്. കോഴിക്കോട് വെച്ച് ഷൂട്ടിംഗ് നടന്നത്. കോഴിക്കോട് ഷൂട്ട് ചെയ്തപ്പോ നിങ്ങൾ പോയി കണ്ടു എന്ന് പറഞ്ഞ പടം വേറെയാണ്. അത് വേറെ. ഇത് കുറെ കാലത്തിന് ശേഷം. ശക്തി പിന്നെ ജയൻ പേരെടുത്തതിന് ശേഷമുള്ള പടങ്ങളാ. ഈ കൊമ്പിൽ കിലുക്കും കെട്ടി എന്നുള്ള പാട്ടില് ചേച്ചിയല്ലേ? ഇതില് കരിമ്പനയിലെ അതില് ചേച്ചിയല്ലേ ഉള്ളത്? അതെ അതെ. ആ അതൊക്കെ വലിയ ഹിറ്റ് പാട്ടുകളാണ്. രണ്ടുപേർക്കും ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട് കേട്ടോ സിനിമയില്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോ ജേട്ടൻ സീമനുമായിട്ട് കൂടുതൽ ആ പടത്തിലൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റായ പാട്ടുകളെ, വലിയ ഹിറ്റുകളാണ്. ഭയങ്കര ഹിറ്റായിരുന്നു. ലിപ്പ് ചെയ്യുന്നതൊക്കെ നല്ല രസമാട്ടോ. നിങ്ങൾ പാടില്ലെന്ന് പറഞ്ഞാലും സാധാരണ വളരെ മാച്ചോ ആയിട്ടുള്ള ആളുകൾക്ക് താളം എന്ന് പറയുന്നത് ഒരു പാടാ. അതെ അതെ അതെ. ചേട്ടൻ ആസ്വദിച്ച് പാടും. നല്ല ആസ്വദിച്ച് പാടുമായിരുന്നു. കണ്ണും തമ്മില് കസ്തൂരി മാൻമിഴി ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ചാം ചിച്ച ചൂം ചിച്ച, അതിലൊക്കെ ഏതോ ഒരു സിംഗപ്പൂരുകാരിയാ കൂട്ടത്തില് അല്ലെ? അതൊക്കെ ആരാണോ? നല്ല താളബോധം ഉണ്ടായിരുന്നു, നല്ല താളബോധം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മാസ്കുലിനിറ്റി വിടില്ല. എല്ലാ മൂവ്മെന്റിലും ആ ഒരു മാസ്കുലിനിറ്റി ഉണ്ടാവും. പിന്നെ ഒരു നടപ്പുണ്ടല്ലോ, അത് quite different ആയിരുന്നു. നല്ല ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏതോ ഒരു സ്വപ്നം. ശ്രീപദം വിടർന്ന സരസ് അതിലാണ് പൂമാനം പൂത്തുലഞ്ഞ് കനകദുർഗ ജയൻ സാറിന്റെ പാട്ടുകളാ. പക്ഷെ നമ്മൾ ആകെ ഒരു കസ്തൂരിമാൻ വഴിയും ചിലതാണ് വളരെ പുതിയ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീപദം വിടർന്ന സരസീരകം, പൂമാനം പൂത്തുലഞ്ഞ്. ഇനി മദനോത്സവത്തിലൊരു ഡോക്ടറുണ്ട്. അതൊക്കെ അദ്ദേഹം നല്ല സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോ ചെയ്ത ചെറിയ വേഷങ്ങളാ അല്ലെ? അങ്ങനെ ചെയ്യുന്നതിനും അന്ന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു തോന്നുന്നല്ലേ? അന്ന് പിക് പോക്കറ്റ് എന്നുള്ള പടത്തില് പ്രേം നസീർ ഖാന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
ജേട്ടൻ എല്ലാ റോളും ചെയ്യും. പാഷനായിരുന്നു, അഭിനയിക്കുന്നത് ഒരു വളരെയധികം പാഷനായിരുന്നു ജേട്ടന്. അഭിനയിച്ചാൽ മാത്രം മതി. ഈസ് വെരി, അതായത് ഈ വാസ് ലിവിങ്. എനിക്കത് സീമ ചേച്ചി ജയന്റെ അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ആണോ? ഇല്ല ഇല്ല, എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ ഉണ്ടെന്നാ അന്ന് ജയൻ വലിയ നടനായിട്ടില്ല, പക്ഷെ നസീർ ഖാന്റെ അച്ഛനായിട്ട് പിക് പോക്കറ്റിൽ ഞാനായിരുന്നു ഹീറോയിൻ. അതിന്റെ ലാസ്റ്റില് ഒരുമിച്ച് കാണലും പിരിഞ്ഞു പോയ മകനെ പിന്നീട് അവസാനം കാണുന്ന പോലൊക്കെയാണ് ആ പടത്തില്. പോലീസ് ഓഫീസറാണ്. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് ദീപം എന്നോ മറ്റോ ആണ്. ദീപം എന്നൊരു നല്ലൊരു പടമാണ്. അത് ജയൻ സർ മരിച്ച ശേഷമാണ് റിലീസായെന്നാണ് എൻ്റെ ഓർമ്മ. ഓർമ്മ എന്താ വെച്ചാൽ ഞാൻ നോക്കി റെഫർ ചെയ്തതിൽ കണ്ടത്. അതിൽ സീമ ചേച്ചി അമ്മയെന്നാണ് കേട്ടിട്ടുള്ളത്. അന്ന് നടന്മാർക്കോ നടിമാർക്കോ ഇമേജ് ഇല്ല, അങ്ങനെ ഒരു ഇമേജ് ഇല്ല, ആ. ഇമേജ് ഒന്നും ഇല്ല. അതെ. ഇപ്പൊ ലിസ എന്നുള്ള പടത്തില് ഭവാനിയാണ് ഹീറോയിൻ. ഭവാനി വളരെ എന്താ പറയാ, ഓൾ ത്രൂ ദി ഫിലിം ഭവാനിയുടെ പടമാണത്. ഞങ്ങളൊക്കെ അതിലുണ്ട്. ഞാനുണ്ട്, നസീർക്കുണ്ട്, രവികുമാറുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ജേട്ടനില്ലേ അതില്? ഓ, ജയനുണ്ട്. എന്റെ പേരായിട്ട് ജയനായിരുന്നു അതില്. ജേട്ടനുണ്ട് ലിസയില്. ഉഗ്രം പടമാ. ഒരു ബെഞ്ച് മാർക്ക് ഹൊറർ സിനിമയാണ്. അതെ അതെ. അതിന് നസീർക്ക വളരെ ചെറിയ ഒരു പാട്ടോ 2 പാട്ടും ഒരു 3 സീനും അത്രേ ഉള്ളൂ. പക്ഷെ നസീർക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു ഇമേജ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അല്ല, അതെന്ത് ചെയ്താലും നിങ്ങൾ ഇത്രയും പേർക്ക് അപ്പുറം മറ്റൊരാൾ അവിടെ ഇല്ലെന്നേ. ചാഞ്ഞും ചെരിഞ്ഞും തിരിഞ്ഞും ഒക്കെ വിരൽ മുടക്കിയാൽ തീരുന്ന ഇത്ര ആൾക്കാരാണ് എല്ലാ ഇതുള്ളത്. ഒരു ദിവസം 3 ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അത് പണ്ടൊക്കെ മെഡ്രാസിലായിരുന്നല്ലോ ഷൂട്ടിംഗ്. രാവിലെ 7 to 1 ആണെങ്കിൽ അവിടെ നസീർ അങ്കിൾ ഹീറോ ആയിരിക്കും. ഹീറോയിൻ ഒന്നെങ്കിൽ ഭാര്യ ചേച്ചി, ഷീല ചേച്ചി, ആരെങ്കിലും ആയിരിക്കും. അമ്മ കവിർ പൊന്നമ്മ ചേച്ചി ആയിരിക്കും, ഞാൻ അനിയത്തി ആയിരിക്കും. ഒരു ദിവസം 3 സെറ്റിലും ലാസ്റ്റ് നസീർ അങ്കിൾ പറഞ്ഞു, ഉച്ചക്ക് അവിടെ ഇഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ടിങ്, നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് പോവാം ആ ഷൂട്ടിങ്ങിൽ. പിന്നെ 6 to 9 ഇഞ്ഞൊരു ഷൂട്ടിങ്. അവിടെ ഞങ്ങൾ 3 പേര്, അമ്മയും 2 മക്കള്, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. കഥ മാത്രം, കഥയും പേരും മാറും മാത്രം. കമലഹാസന്റെ അമ്മയായിട്ടാ ഞാൻ ആദ്യം അഭിനയിച്ചത്. എന്താ കേൾക്കുന്നത്? ആദ്യത്തെ പടം കുറ്റം ശിക്ഷ എന്നുള്ള പടത്തില് ആദ്യമായിട്ട് ഞാൻ കമലഹാസന്റെ അമ്മയായിട്ട്, ഞാനും സോമൻ MG സോമനാണ് അച്ഛനും അമ്മയും. ശ്രീദേവിയായിരുന്നു അതില്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം സോമേട്ടനും കമലഹാസനും എന്ന അങ്ങനെ അന്നോട്ടുള്ള ബന്ധമായിട്ട് ഭയങ്കര ബന്ധമാണ്. അദ്ദേഹത്തിന്റെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് സമയം അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ജയൻ സാറിന്റെ എപ്പിസോഡ് വരുമ്പോ ഇത് ആ ഒരു കാലഘട്ടം വളരെ ഇന്റർ കണക്റ്റഡാ. എല്ലാരും ഒരു സെപ്പറേറ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 3 പേര് പോയിന്ന്, ഒരു സെപ്പറേറ്റ് ദ്വീപുകൾ കൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രൊഡക്ഷൻ വേണ്ടി വേണ്ട, നസീറങ്ങളുടെ കാറിൽ തന്നെ എന്നെയും ഞങ്ങളൊക്കെ കൊണ്ടുപോകും. അതെ. അപ്പൊ ഒരാളുടെ എപ്പിസോഡ് ചെയ്യുമ്പം ഈ ഇതിലെ കുറെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ പല എപ്പിസോഡുകൾ തമ്മിൽ വലിയ കണക്ഷനാ. അതില് ഒരു കാലഘട്ടത്തിലാണല്ലോ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ജയൻ എന്നുള്ള പേരിട്ടത് ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ പറയണ്ട, അത് ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. ജോസ് പ്രകാശ് സാറാണ് ജയൻ എന്നുള്ള പേരിട്ടത്. കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്നുള്ള പേരിട്ടത് രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. തുണിക്കടയിൽ വന്ന് നല്ല ഷർട്ടൊക്കെ ഇട്ട് സ്ഥിരം അവിടെ നിന്ന് അവിടുന്ന് എനിക്ക് സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ. അതിനുശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഒരു കടയുണ്ട്, ജോസ് പ്രകാശ് ആൻഡ് സൺസ്. അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നായർ. അവിടെ വന്നേക്കും ഇരിക്കും, ഭയങ്കര എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ. അപ്പം കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്ന് പേരിട്ടത് ജ്യേഷ്ഠനാണ്. നേരത്തെ പറഞ്ഞല്ല കരിമ്പനയിലെ പാട്ട് ചേച്ചിക്കാണെങ്കിൽ ഈ സ്വർണ്ണ മീനിന്റെ ചേലത്ത് അതൊക്കെ ചേച്ചിയല്ലേ? ഞാനാണ്. സർപ്പത്തില് സീമയുടെ പേരായിട്ട് സീമിൻ ജയനുമായിരുന്നു. പക്ഷെ പാട്ടിലില്ല. പാട്ടില് രവികുമാർ, നസീർക്ക, ഞാന്, ഭവാനി. ഓർമ്മകൾ മരിക്കുമോ അതില് ജയന്റെ അനീതിയായിട്ടായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, നല്ല സീൻസ് ഉണ്ടായിരുന്നു അതില്. ഞാനും ജയനുമായിട്ട് ഒരുപാട് നല്ല സീൻസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പാട്ടിനെ പറ്റി ഇങ്ങനെ പറയുമ്പം പാടൂലല്ലോ. ഇല്ല, ഞാൻ പാടൂലല്ലോ. ഇല്ല. എന്നാൽ നമുക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ്. വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ മുമ്പൊരിക്കൽ നസീർ സാറിന്റെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ആളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ശ്രീലത നമ്പൂതിരി.
ശ്രീല ചേച്ചി വീണ്ടും സ്വാഗതം. നമസ്കാരം. ഞങ്ങളിങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ വർത്തമാനം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നസീർ സാറിന്റെ എപ്പിസോഡിനാണ് ഇതിനു മുമ്പ് ശ്രീല അതെ, ചേച്ചി വന്നിട്ടുള്ളത്. അതെ. ജയൻ സാറിന്റെ എപ്പിസോഡിലേക്ക് വരുമ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ശാപമോക്ഷം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയിലും അതെ. കൂളിളക്കം എന്ന് പറയുന്ന ജയൻ സാർ അഭിനയിച്ച അവസാനത്തെ സിനിമയിലും ഈ 2 സിനിമ ഉൾപ്പെടെ 40ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം 20 പടം, അടുത്ത കൊല്ലം 20 പടം, അടുത്ത കൊല്ലം 20 പടം, എല്ലാം ഏതാണ്ട് ഒരേ ആർട്ടിസ്റ്റുകൾ, ഏതാണ്ടൊക്കെ ഒരേ ഡയറക്ടേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ വേർതിരിച്ച് പിന്നീട് അറിയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങളായോണ്ട് ഇത്രയെങ്കിലും അറിയുന്നു എന്ന് പറയുന്ന ആളാ ഞാൻ. അത്ര ആഗ്രഹിച്ച് പാഷനേറ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ചെയ്ത് വിട്ടാൽ പിന്നെ അത് റീകളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. എങ്ങനെയായിരുന്നു ആദ്യം കണ്ടത് ഓർമ്മകളും ഒക്കെ? ആദ്യം സിനിമയിൽ വരുന്നതിന് മുമ്പ് കണ്ടു. ഓ, അന്നൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ മറ്റേ ജോസ് പ്രകാശ് ചേട്ടൻ്റെ മകന്റെ രാജൻ ജോസഫ്. രാജന്റെ കട. ഞാൻ തൊട്ട ഒരു ഈ ചെരുപ്പൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, സിൽക്കോൺ ആണെന്ന് തോന്നുന്നു. സിൽക്കോൺ. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ പുള്ളിയെ കാണുന്നത്. ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. കാരണം സിനിമാടിയാണല്ലോ. അതെ. അയ്യോ, ഞാൻ ഒത്തിരി സിനിമ കണ്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ജോലിയൊക്കെ രാജിവെച്ചപ്പോൾ എനിക്ക് ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ജയൻ അവസരം ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ശ്രീല ചേച്ചിയോട്? അല്ലേ? അയ്യോ, ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. നീ ഭയങ്കര. അതെ അതെ, രാജനും എന്നോട് റെക്കമെൻഡ് ചെയ്തു. അപ്പം ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ ഒത്തിരി സിനിമ അഭിനയിക്കുന്നില്ല, പറയണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ. അങ്ങനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞു പുള്ളി ശാപമോക്ഷത്തിൽ അഭിനയിച്ചു. അപ്പൊ ഞാൻ കണ്ടു. നമുക്ക് വെറുതെ ഒരു ഇൻഡ്യൂഷൻ തോന്നുമല്ലോ ഒരാളെ കാണുമ്പം. ഇപ്പൊ ആ ചാൻസ് ഇവൻ കേറി വരും, അല്ലെങ്കിൽ ഇന്നലെ നാളെ വരും. അങ്ങനെ ഇത് മാത്രമല്ല, നിങ്ങളോട് ഒരുപാട് പേര് വഴിയിലും കാഴ്ചയിലും ഒക്കെ കാണുമ്പോഴൊക്കെ ചാൻസ് ചോദിക്കുകയൊക്കെ സാധാരണമാണ്. ഒരു ചെറുതായിട്ടെങ്കിലും ഈ ചോദിച്ച സമയത്ത് ഇതൊരു 5-6 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരാളാന്നുള്ളൊരു സൂചന തോന്നിയിട്ടുണ്ടോ? ഒരു ഗെറ്റപ്പിലും സെറ്റപ്പിലും ഒക്കെ. ആ ഗെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊരു വലിയ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ. കൊള്ളാം. അതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ശരീര സൗന്ദര്യമുള്ള ഒരു നടനില്ല. ഇല്ല. നസീർ സാറ് പിന്നെ എപ്പോഴും ഒന്നും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ കുറച്ച് കുടവേറും ഇതൊക്കെ ഇട്ടൊക്കെയാണ്. പക്ഷെ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാമല്ലോ. അപ്പോൾ ആ നിൽക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ഒരു മെജസ്റ്റിക്. അതെ, മെജസ്റ്റിക് ആയിട്ട്. അപ്പോൾ ഞാൻ എവിടെങ്കിലും ഒക്കെ രക്ഷപ്പെടും. അപ്പം എനിക്ക് തോന്നിയിരുന്നു ആരോടെങ്കിലുമൊക്കെ പറയാം, അങ്ങനെ തോന്നിയിരുന്നു. അതിനുശേഷം സിനിമ കാണുന്നത് ശാപമോക്ഷം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ. അങ്ങനെ ശാപമോക്ഷത്തിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, കോമ്പിനേഷൻ ഇല്ല. എന്റെ ഓർമ്മ. പിന്നെ വേറെ സിനിമയിൽ പിന്നെ ഞാൻ ഇതാ ഇവിടെ വരെ ചെറിയ വേഷം, ഒരു വള്ളമൊന്നുമായിട്ട്. പക്ഷെ അത് നോട്ട് ചെയ്തിരുന്നു, എല്ലാവരും നോട്ട് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ കുറെ പടങ്ങളും അങ്ങനെ വന്ന് പെട്ടെന്ന് 76 കഴിഞ്ഞിട്ടാണ് ഈ ഫുൾ ത്രോട്ടിലുള്ള ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ലെവലിലേക്ക് ചെയ്യുന്നത്. അതുമില്ല, 76 ഇല്ല, 78. അതെ, 76 ചെറിയ ക്യാരക്ടേഴ്സ്, വില്ലൻ റോള് അങ്ങനത്തെ. കാരണം ഇവനെന്റെ പ്രിയപുത്രനിൽ ജേട്ടൻ വില്ലനായിരുന്നു. ഞാൻ നസീറങ്കളുടെ അനിയത്തിയായിരുന്നു. അതിൽ എന്നെ റേപ്പ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു ജേട്ടൻ. അപ്പൊ ജേട്ടൻ വാസ് ജസ്റ്റ് അപ്കമിങ് ആർട്ടിസ്റ്റ്. 77 സമയത്താണ്. നേരത്തെ പറഞ്ഞ പോലെ സാഹസികമായ പരിപാടികൾ ചെയ്യുന്നതിനകത്ത് തച്ചോളി അമ്പു എന്ന് പറയുന്ന ഒരു സിനിമയില് സിംഹവുമായിട്ടുള്ള മൽപ്പിടുത്തം ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ ബുക്കിൽ വായിച്ചാണ് ഈ സിംഹത്തിന് ചെറിയ മയക്കുമരുന്ന് കൊടുത്തിട്ടായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സിംഹം ഇച്ചിരി ആക്റ്റീവായിട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കൊടുക്കാണ്ടെങ്കിൽ സിംഹം ഒരു അടി കൊടുത്തിട്ട് ബോധം പോയിട്ടുണ്ടെന്ന് ഒരു ബുക്കില് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. ആരും കേറില്ലല്ലോ. പിന്നെ ഒരു പ്രഭു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഒരു രത്നം മോഷ്ടിക്കാനായിട്ട് തലകീഴായിട്ട് കാലില് കയറ് കെട്ടിയിട്ട് താഴത്തേക്ക് വന്നിട്ട് തിരിച്ചെടുത്തിട്ട് പോകുന്ന സീനുകള്. ഈ ശക്തി എന്ന് പറയുന്ന ഒരു പടത്തിൽ അന്ന് നമ്മുടെ എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന ബ്രൂസിലിയുടെ ഒരു പടത്തിന്റെ ക്ലൈമാക്സിൽ മുഴുവൻ ചില്ലുകൾ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫൈറ്റ് സീൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പൊ നേരത്തെ വിധുവാല ചേച്ചി പറഞ്ഞ പോലെ ആര് പറഞ്ഞാലും ഈ സാഹസികതയെന്ന് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അഡ്വഞ്ചറസ് ആയിരുന്നു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്, സ്റ്റണ്ട് ചെയ്യാനായിട്ട്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു അതിലൊരു ഹരം കണ്ടിരുന്നു. ഹി വാസ് എൻജോയിങ് ഇട്ട്. അതാ അതുകൊണ്ടാണ്
നമുക്കിപ്പോൾ എൻജോയ്മെന്റ് ഇല്ലാത്തൊരു സാധനം ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷെ അദ്ദേഹം അതിലായിരുന്നു എൻജോയ്ഡ്, ഹി വാസ് ഡൂയിങ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് മടുപ്പില്ലാതെ ചെയ്തിരുന്നു. പുള്ളിക്കൊരു തൃപ്തി വരണം. അതെ. ഈ കോലിളക്കത്തിന്റെ ആക്സിഡന്റിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞ് ഓക്കെ പറഞ്ഞത്, ഓക്കെ പറഞ്ഞതായിരുന്നു ഞാനും അറിഞ്ഞു. അങ്ങനെ തന്നെയാണ്. ഓക്കെ ആയതിനു ശേഷം ഡയറക്ടറോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഒന്നുകൂടെ എടുക്കാന്ന്. വേണോന്ന് പുള്ളി ചോദിച്ച ബില്ല് നമുക്ക് ഒന്നുകൂടെ എടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്ന് പറഞ്ഞിട്ട് ചെയ്ത രണ്ടാമത് കയറി ചെയ്തിട്ടുള്ളതാണെന്ന് ഞാനും വായിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഹെലികോപ്റ്റർ അമിതാഭ് ബച്ചന്റെ ഒരു പടത്തില് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് തൂങ്ങിയിട്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് അതുപോലെ ഒന്ന് ചെയ്യാം എന്ന് സ്റ്റണ്ട് മാസ്റ്റർക്ക് തോന്നിയതൊക്കെ. അപ്പോൾ ബാലൻ കെ നായർ പകുതി കാല് പുറത്തിട്ടിങ്ങനെ ഇരിക്കുന്ന ആണ് ഹെലികോപ്റ്ററിൽ. അപ്പൊ പറഞ്ഞു ഹെലികോപ്റ്റർ തുടരുത് എന്ന് പറഞ്ഞു. കാരണം ഹെലികോപ്റ്ററിന് ഈ ബാലൻസിങ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ തുടരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മോട്ടോർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എണ്ണീറ്റ്, എനിക്ക് ബാലൻ കെ നായർ പറഞ്ഞത് ഇതാണ്, എനിക്ക് തോന്നുന്ന ഇങ്ങനെ മോട്ടോർ ബൈക്ക് പോകുമ്പോൾ എന്തായാലും 2 വീലർ അല്ലേ, ഇടയ്ക്കൊരു ഇത് വരുമല്ലോ, ഷേക്ക് വരുമല്ലോ. അപ്പൊ നാച്ചുറലി നമ്മളുടെ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കച്ചിത്തുമ്പിൽ കയറി പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഹെലികോപ്റ്ററിൽ കയറി പിടിച്ചു, കാല് നീട്ടും ഇതിങ്ങനെ വന്നപ്പോ പിടിച്ചു. അങ്ങനെയാണ് ബാലൻ കെ നായർ ഇതൊന്ന് പുറത്തേക്ക് ചാടി വീണു, തെറിച്ചു വീണു. അല്ലെ ഞാൻ ഇപ്പൊ ഒരു ഹെലികോപ്റ്റർ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ഹെലികോപ്റ്റർ നമ്മുടെ ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്ന് നിന്നാൽ പോലും ഉള്ള ഒരു കാറ്റിന്റെ ഒക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അപാര ശക്തിയാണ്. കാറ്റും പൊടിയൊക്കെ പരന്നിട്ടുള്ളത്. അപ്പം അതിലാണ് വന്നിട്ടുള്ളത്. 1999, 2000, 2001, 2002, 2003 വരെയുള്ള 4 വർഷം ഞാൻ മിമിക്രി വരുന്ന സമയത്ത് ജയന്റെ ഒരു അപരനില്ലാതെ ഒരു ട്രൂപ്പിന് പ്രോഗ്രാം കിട്ടില്ലായിരുന്നു. അതായത് ഉത്സവ കമ്മിറ്റിക്കാർ വന്ന് പോസ്റ്റർ നോക്കിയിട്ട് ഈ വേഷമുള്ള ആരെങ്കിലും അതിനകത്ത് ഉണ്ടോന്ന് നോക്കിയിട്ട് ഒരപരനുണ്ടെങ്കിൽ മാത്രമേ ട്രൂപ്പിന് ബുക്ക് ചെയ്യുള്ളൂ. എന്തൊരു കയ്യടിയായിരുന്നു ഈ സ്റ്റേജില്. അന്ന് 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മരിച്ചിട്ട്. വലിയ കയ്യടി വരുന്നു. മറ്റൊരു അത്ഭുതമുള്ളത്, ഈ ബെൽബോട്ടം പാന്റും കോളറുള്ള ഷർട്ട് ഇട്ട ആളുകൾ മിനിമം ഒരു 500 കടകൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും. കട ഉദ്ഘാടനത്തിന് അപരന്മാര് പോകുന്നു. 2 സിനിമ, അപരന്മാർ നഗരത്തിൽ നിന്ന് ജഗപുകയെന്നും പറയുന്ന 2 സിനിമകൾ അദ്ദേഹത്തിന്റെ അപരനെ വെച്ചുകൊണ്ട് വന്ന് പൈസ ഉണ്ടാക്കി. ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. നമ്മൾ അന്ന് മിമിക്രി ആണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെങ്കിലും 4 വർഷത്തോളം സെൻസേഷനായിട്ട് അദ്ദേഹമില്ല, അദ്ദേഹത്തിന്റെ അപരന്മാർ ഇവിടെ ഭരിക്കുന്നു. ഞാൻ സലീംകുമാറിന്റെ ട്രൂപ്പ് കളിക്കുമ്പം ഒരപരനില്ലാഞ്ഞിട്ട് ആ ട്രൂപ്പിന് പ്രോഗ്രാം കുറഞ്ഞിട്ട് അവസാനം ആലുവയിലുള്ള അന്ന് ലിൻഡു എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞങ്ങൾക്ക് യാദൃശ്യമായിട്ട് കിട്ടുകയും അദ്ദേഹം അപരനായിട്ട് വരികയും ചെയ്തു. ലിൻഡുവും എന്ന് നമ്മളോടൊപ്പം ഇല്ല, ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ജയൻ എന്ന അതുല്യ നടനെ ഓർക്കുമ്പോൾ ലിൻഡു എന്ന ആത്മസുഹൃത്തിനെ കൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്. അത്രയും ട്രെൻഡായിരുന്നു. എന്നാൽ ആ ട്രെൻഡിൽ ഒരു കാര്യം, ഇത്ര ഞാൻ പറഞ്ഞത്, അനുകരിക്കുമ്പോൾ പലരും സാധാരണത്തെക്കാൾ ഒരു തരി കൂടുതൽ നീട്ടിയും കുറുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം കോളിളക്കം ഉൾപ്പെടെ എന്നാണ് എൻ്റെ വിശ്വാസം സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന അന്നത്തെ വളരെ ജനകീയനായിട്ടുള്ള മിമിക്രി കലാകാരനാണ്. പിന്നീട് സിനിമകൾ സംവിധാനം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഓർമ്മകൾ പങ്കുവയ്ക്കും. ജയൻ്റെ മരണശേഷം 4 ചിത്രങ്ങളാണ് അദ്ദേഹം ശബ്ദം കൊടുക്കാതെ കടന്നുപോയത്. കോളിളക്കം, മനുഷ്യമൃഗം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന സിനിമകളായിരുന്നു. ഈ 4 ചിത്രങ്ങളിലെ ശബ്ദവും എന്നിലൂടെയാണ് വെളിയിൽ വന്നത്. 4 ചിത്രങ്ങൾക്കും ഞാനായിരുന്നു ജയന് വേണ്ടി സംസാരിച്ചത്. എന്നാൽ അന്ന് സംവിധായകരും അതിൻ്റെ നിർമ്മാതാക്കളും എല്ലാം കൂടി ഒരു നിബന്ധന വെച്ചിരുന്നു. യാതൊരു കാരണവശാലും ഈ സംഭവം വെളിയിൽ പറയാൻ പാടില്ല. അവർ പറഞ്ഞ അതിനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാനാണ് ഡബ് ചെയ്തതെന്ന് നേരത്തെ അനൗൺസ് ചെയ്താൽ മുൻവിധിയോടെ ആളുകൾ ആ സിനിമ കാണും. അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കും. അതുകൊണ്ട് അത് രഹസ്യമായി വെച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അവർ പറഞ്ഞത് 100% സത്യമായിരുന്നു. കോളിളക്കമെല്ലാം കണ്ട ആൾക്കാർ അത് ജയനല്ല എന്ന് അന്നൊന്നും തിരിച്ചറിഞ്ഞുമില്ല. അങ്ങനെ ആ പടമൊക്കെ ബമ്പർ ഹിറ്റായിട്ട് ഓടി. പിൽക്കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശരിക്കും ഞാനാണെന്നുള്ളത് വെളിയിൽ വരുന്നത്. ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത്
ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത്. കാരണം വീട്ടിലെ കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി, ഒരു സമയമുണ്ടായി. ആ സമയത്ത് എല്ലാവർക്കും ഒരു ജയൻ്റെ ശബ്ദം എല്ലാവർക്കും ഒരു ഇഷ്ടമായിരുന്നു, അതെല്ലാവർക്കും അങ്ങനെയായിരുന്നു അത് വീണ്ടും വന്നത്. അപ്പോഴാണ് ശരിക്കും എൻ്റെ വെളിപ്പെടുത്തലുകളും ഞാനായിരുന്നു ഇത് ചെയ്തതെന്നും ചിലർ പറയുന്നു ചിലപ്പം ശബ്ദം അല്പം കട്ടി കൂടിയോ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നത് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് കേട്ടിട്ടുള്ള മുഴങ്ങിയിട്ടുള്ള ജയൻ്റെ ശബ്ദത്തിൽ നിന്ന് അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ കാലത്ത് സാങ്കേതിക വിദ്യയൊന്നും ഇല്ലായിരുന്ന കാലത്താണ് അത് ചെയ്തത്. ശരിയേട്ടാ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യേ, ഇന്ന് നമുക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ പലയാവർത്തി അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് പഠിക്കാൻ പറ്റും. അഷ്റഫൊക്കെ തിയേറ്ററിൽ കണ്ട സിനിമകളിൽ നിന്ന് കേട്ട് പഠിച്ച് ശബ്ദം വെച്ചിട്ടാണ് ഇത്രയും സിനിമകൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത്. അത് 10-20 വർഷം കഴിഞ്ഞാണ് ലോകം അറിയുന്നത്. പക്ഷേ ഇത്രയും സിനിമകൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ കോളിളക്കം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ഒരാളെ കൂടി ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോളിളക്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതുൾപ്പെടെ ജയൻ സാർ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാണ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായ പങ്കാളിയായ ഒരാൾ. ഈ പറയുന്ന ഹെലികോപ്റ്റർ അപകടം 1980 നവംബർ മാസം 16-ാം തീയതി സംഭവിക്കുമ്പോൾ അന്ന് അവിടെ പ്രസൻ്റായിരുന്ന ഒരാൾ. ബാക്കി അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കല്ലിയൂർ ശശി.